നമസ്കാരം. ഭാര്യയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം ഓട്ടോറിക്ഷ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ പത്മരാജൻ. പകയും നടന്നതുമെല്ലാം പോലീസിന് മുന്നിൽ അക്കമിട്ട് നിരത്തി. നിർവികാരനായിരുന്നു പത്മരാജൻ. മൊഴി കേട്ട് പോലീസും ഞെട്ടി. സംശയരോഗമാണ് പത്മരാജനെ കൊലപാതകിയാക്കിയത്. കൊലപ്പെടുത്താൻ തീരുമാനിച്ചു ഉറപ്പിച്ചാണ് നീക്കങ്ങൾ നടത്തിയത്. വേഗത്തിൽ ഒഴിച്ചു കത്തിക്കാനുള്ള സൗകര്യത്തിന് വലിയ വാവട്ടമുള്ള ബക്കറ്റിൽ പെട്രോൾ കരുതി. കാറിലിരുന്നു തന്നെ ഭാര്യയിരുന്ന കാറിലേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. ഒമനിയിലാണ് പത്മരാജൻ എത്തിയത്. ഭാര്യയുടെ കാറിനോട് ചേർന്ന് നിർത്തി. അതിനുശേഷമാണ് കാറിലേക്ക് പെട്രോൾ ഒഴിച്ചത്. അനിലയുടെ ബേക്കറിയിൽ പങ്കാളിത്തമുള്ള കടപ്പാക്കട കുന്നേൽമുക്ക് സ്വദേശിയായ യുവാവ് പിന്നാലെ ബൈക്കിലെത്തിയിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊല്ലം നഗരത്തിലെ ആശ്രാമം പരിസരത്ത് ബേക്കറി നടത്തുന്ന കൊട്ടിയം തഴുത്തല തുണ്ടിൽ മേലേതിൽ വീട്ടിൽ അനിലയാണ് കൊല്ലപ്പെട്ടത്. അനിലയുടെ ഭർത്താവ് പത്മരാജനാണ് കൊലപാതകം നടത്തിയത്. അനില നടത്തുന്ന ബേക്കറിയിൽ പാർട്ട്ണറായ യുവാവിനെ ലക്ഷ്യമിട്ടാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. പോലീസുകാർക്ക് മുന്നിൽ എല്ലാം താനാണ് ചെയ്തതെന്ന് സമ്മതിച്ചു. ഇരുവരും തമ്മിലുണ്ടായ തർക്കവും കച്ചവടത്തിലെ പങ്കാളിയുമായുള്ള അടുപ്പം സംബന്ധിച്ച വഴക്കുമെല്ലാം അക്കമിട്ട് നിരത്തി. ഭാര്യയുടെ ബേക്കറിയിൽ പങ്കാളിയായ യുവാവ് തന്നെ മർദ്ദിച്ചു. പരിക്കേൽപ്പിച്ച കാൽ കാട്ടിക്കൊടുത്തു. കൊട്ടിയത്തെ പെട്രോൾ പമ്പിലെത്തി 3 ലിറ്റർ പെട്രോൾ കന്നാസിൽ വാങ്ങി. തഴുത്തലയിലെ വീട്ടിലെത്തിയ പത്മരാജൻ സ്റ്റീൽ ബക്കറ്റിലേക്ക് ഒഴിച്ചു. തുടർന്ന് പെട്രോൾ നിറച്ച ബക്കറ്റ് വാനിലാക്കിയ ശേഷം അനില കാറിൽ വരുന്നതും നോക്കി ചെന്മാൻമുക്ക് സമീപം കാത്തുകിടന്നു. കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ചാണ് തീ കൊളുത്തിയത്. കാറിൽ വെച്ച് അനിലയെ ആക്രമിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ബേക്കറി ജീവനക്കാരനായ സോണിക്കും പൊള്ളലേറ്റിരുന്നു. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനിലയുടെ ആൺസുഹൃത്താണ് കാറിലെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു പ്രതി യുവാവിനെയും ആക്രമിച്ചത്. കടയിൽ അനിലയുടെ സുഹൃത്തിനുണ്ടായിരുന്ന പാർട്ട്ണർഷിപ്പ് ഉടൻ ഒഴിയണമെന്ന് പത്മരാജൻ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേച്ചൊല്ലി പത്മരാജനും അനിലയുടെ സുഹൃത്തുമായി കയ്യാംകളിയും നടന്നിരുന്നു. തുടർന്ന് പാർട്ട്ണർഷിപ്പ് തുക ഡിസംബർ 10-ന് തിരികെ തരാമെന്ന രീതിയിൽ ഒത്തുതീർപ്പ് നടന്നു. ഇതിനുശേഷമാണ് ആക്രമണം ഉണ്ടാകുന്നത്. രാത്രി 8:30-ഓടെയാണ് ബേക്കറി ഉടമയായ അനിലയും ജീവനക്കാരനായ സോണിയും സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ചത്. കടയിലെ ജീവനക്കാരനായ സോണിയെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴായിരുന്നു ആക്രമണം. കാറ്ററിംഗ് ബിസിനസ് നടത്തി വരികയായിരുന്നു പത്മരാജൻ. ബേക്കറിയിലെ പാർട്ട്ണറായ യുവാവും അനിലയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ നിരന്തരമുണ്ടായ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട്. കൊല്ലം ചെമ്മാമുക്കിലാണ് സംഭവം. സുഹൃത്തായ അനീഷിനൊപ്പം ആശ്രാമത്ത് സ്വകാര്യ ആശുപത്രിക്ക് സമീപം 1 മാസം മുൻപ് അനില ബേക്കറി ആരംഭിച്ചിരുന്നു. ഒരാഴ്ചയായി അനിലയുമായി പത്മരാജൻ പിണക്കത്തിലായിരുന്നു. ബേക്കറി ആരംഭിക്കുന്നതിന് പത്മരാജനിൽ നിന്ന് ഇരുവരും 1.5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം മുൻപ് അനീഷും പത്മരാജനുമായി തർക്കമുണ്ടായിരുന്നു. അനിലയും അനീഷും കാറിൽ സഞ്ചരിക്കുമ്പോൾ കൊലപ്പെടുത്തുകയായിരുന്നു പത്മരാജന്റെ ലക്ഷ്യം. ഇതിനായി ഇയാൾ പെട്രോൾ കരുതിയിരുന്നു. ഇന്നലെ അനില കടപൂട്ടി ഇറങ്ങുന്നതുവരെ കടപ്പാക്കടയിൽ പത്മരാജൻ ഓമ്നിയിൽ കാത്തുനിന്നു. എന്നാൽ അനിലയുടെ കൂടെ അനീഷിന് പകരം കടയിലെ ജീവനക്കാരനായ കൊട്ടിയം പുല്ലിച്ചിറ സ്വദേശിയായിരുന്നു ഉണ്ടായിരുന്നത്. അനിലയുടെ കാർ കടപ്പാക്കട എത്തിയത് മുതൽ ഒമ്നിയിൽ പിന്തുടർന്നു. ചെമ്മാമുക്ക് എത്തിയപ്പോൾ ഒമ്നി വാൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് ഇടിച്ചു നിർത്തി. ഒമ്നിയിൽ നിന്നിറങ്ങിയ പത്മരാജൻ കൈകൊണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് തകർത്ത ശേഷം പെട്രോൾ ഉള്ളിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. അനില സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സംഭവം കണ്ട ചെറുപ്പക്കാരാണ് പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചത്. പത്മരാജന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഒമ്നി. 2 വാഹനങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഓട്ടോയിൽ സ്റ്റേഷനിലെത്തിയാണ് പത്മരാജൻ കീഴടങ്ങിയത്.